കുമരകത്തെ ഓണക്കാഴ്ചകളാണ് ഷിനോജ് നമ്മളിലേക്ക് എത്തിച്ചത്. ഇപ്പം നമ്മൾ നേരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓണസദ്യയൊക്കെ കഴിച്ച് അതിന്റെ മയക്കത്തിൽ നിന്നൊക്കെ മാറി മലയാളികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. ഈ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കനകക്കുന്ന് തന്നെയായിരിക്കും. ഓണവുമായി ബന്ധപ്പെട്ടത് ആ വീഥികൾ മുഴുവൻ മനോഹരമായ വർണ്ണാഭമായ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഹെലികാം ഷോ ഒക്കെ ഉണ്ട്. അതെ, ഹെലികാം ഷോ ഒക്കെ അത് മിസ് ചെയ്യരുത്. വളരെ രസമുള്ള കാഴ്ചകളാണ്. കനകക്കുന്ന് മ്യൂസിയം മറ്റ് പലയിടങ്ങളിലുമായിട്ട് ഒരുപാട് പരിപാടികളുണ്ടോ. ഏറ്റവും പ്രധാനം എനിക്ക് റീൽസ് ആയിട്ട് തന്നെ പ്രേക്ഷകർ കാണുന്നുണ്ടോ. ഇന്ന് രാത്രി ഫോണും പിടിച്ചിങ്ങനെ ബൈക്കിന് പുറകിലിരുന്ന് പോയിക്കാൻ നല്ല രസമാണ്. ഫുൾ കളറ് മരങ്ങളും എല്ലാം വർണ്ണാലങ്കാരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഓണം റീൽസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ പ്രധാന കാഴ്ച ഇതാണ്. അപ്പോൾ അത് ആസ്വദിക്കാൻ ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങി അല്ലേ. അതെ, അനന്തപുരി ഒരു അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയെ പോലെയാണ് ഇപ്പൊ കാണാൻ. നമുക്ക് കനകക്കുന്നിലെ കാഴ്ചകളുമായി ഇന്ദുലേഖ നമുക്കൊപ്പം ചേരുന്നുണ്ടോ? ഇന്ദു നമ്മൾ നേരത്തെ ഒരു 2 മണിക്കൂർ അമലുണ്ടോ? ശരി, ഇന്ദു നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇന്ദു നേരത്തെ നമുക്ക് അവിടെ ഒരു തറവാട് പോലെയൊക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റീൽസ് ഒക്കെ എടുക്കാനും ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഗംഭീര സ്പോട്ടാണ്. അപ്പൊ ഇന്ദു പറയൂ, ഇപ്പൊ തിരക്ക് കൂടിയോ? ആര്യ ദിവിഷ്, ഇവിടെ ഫോട്ടോ എടുക്കാൻ ആ ഒരു സ്ഥലം മാത്രമല്ല, എങ്ങോട്ട് ക്യാമറ തിരിച്ചു വെച്ചാലും അവിടെയൊക്കെ മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളാണ്. ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇരുട്ടങ്ങ് വീണ് തുടങ്ങിയാലേ അതിൻ്റെ ആ ഒരു ഭംഗി അത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂ. അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ഒരുക്കി നിൽക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. ജനനിബിഡമാവുകയാണ് കനകക്കുന്ന്. ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഞാനും കൊച്ചും കയറി പരാജയപ്പെട്ടു. കണ്ടു ഞാൻ അതിന്റെ ഫോട്ടോസ് കണ്ടു. തുടങ്ങിയില്ല, കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ തുറക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മളൊന്ന് ശ്രമിച്ചായിരുന്നു അതിനുള്ളിലൊന്ന് കടക്കാനായിട്ട്. പക്ഷെ അപ്പോൾ പറഞ്ഞു തുറക്കാറായിട്ടില്ല, ഉടനെ തുറക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല ഇന്ന് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പുതിയ 2 ആൾക്കാരുണ്ട് കേട്ടോ. ഒന്ന് ആലിഫ് മലയാളിയാണ്, നമ്മുടെ ഇവിടെ തന്നെയാണ് സ്വദേശം. ആലിഫിന്റെ കൂടെ ഇന്ന് കേരളത്തിൽ ഓണം ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഈ കനകക്കുന്നിൽ നടക്കുന്ന വർണ്ണവിസ്മയമൊക്കെ കാണാൻ വേണ്ടി ഒരാൾ എത്തിയിട്ടുണ്ട്. സ്പെഷ്യലാണ് ആൾ ഇറ്റലിക്കാരനാണ്. ആളുടെ ഓണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ വന്നിട്ട് എന്താണ് എക്സ്പീരിയൻസ് എന്ന്. ആലിഫ്, സോ എങ്ങനെയുണ്ട് ഈ ഓണം? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. Like I really liked how they did the decorations here. Like what do you feel? I love the decoration and even all the cultural initiatives that are being staged here for people. They are very awesome. So, have you had Onam Sadhya? Tomorrow I have my first Onion Sadhya ever. Oh, so are you excited for that? Yeah, I can't wait for that. Okay. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ ഓണം ആഘോഷിക്കാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ വന്നതാണ്. ഒരുപാട് സന്തോഷത്തിലാണ്, കാഴ്ചകൾ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ്. അതുപോലെ തന്നെ നാളെ ആളുടെ ഫസ്റ്റ് ഓണം സദ്യ കഴിക്കാൻ പോവാണെന്നാണ് പറയുന്നത്. സോ എനിവേ, ഹാപ്പി ടു മീറ്റ് യു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാൻ എത്തിയവർ. താഴെ നമുക്ക് കേൾക്കാം ചെണ്ടമേളം ഇങ്ങനെ മുറുകുകയാണ്. അടുത്ത് കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ട്, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും ഒരു തിമിർപ്പിനുള്ള തുടക്കത്തിലാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരുടെ ഓണം അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് എത്തുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അതുപോലെയാണ് ആൾക്കാർ വരുന്നത്. എന്താണ്, രാവിലെയുള്ള തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഓണം സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ചെറിയ വിശ്രമമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഈ കനകക്കുന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്രത്തോളം മനോഹരമായിട്ടാണ് ഇവിടുത്തെ ലൈറ്റ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പം തന്നെ കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റുകളും ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞതുപോലെ തന്നെ നന്നായി ഇരുട്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇരുട്ട് വീണ് തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ഭംഗി അത്രത്തോളം മനോഹരം. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കൗതുകം ഇത് കാണാറുണ്ട്. അമൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇപ്പൊ എന്നോട് ചോദിക്കും അപ്പൊ എനിക്ക് ഷർട്ട് കാണിക്കാൻ പറ്റും, ഒരു അവസരം കൂടി കിട്ടുന്നു. പക്ഷെ ഇന്ന് മൈൻഡ് ചെയ്യണേ ഇല്ല. എംബ്രോയിഡറി ഷർട്ട് കിട്ടിട്ടാണ് അമൽ നിൽക്കുന്നത്. അമലേ, ഇവിടെ ഉണ്ട് കൊടുക്കാം. അമലേട്ടനെ അന്വേഷിക്കുന്നു, നിങ്ങളുടെ ഷർട്ടിനെ കുറിച്ച് തിരക്കുന്നു. ദിവിഷേട്ടന് വാര്യ ചേച്ചി പറയൂ. ഞാൻ ഈ വിശേഷങ്ങൾ ഒരുപാട് ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ അവിടെ ഒരു വിശദമായി സംസാരിക്കുന്നവരാ. എന്തായാലും ആയിരിക്കും ദിവിഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വേറെ ഇന്ന് കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യം അറിയാതെ ഒരാൾ കഥ പറഞ്ഞു തുടങ്ങിയൊക്കെയാണ്. ഇവിടെ നമ്മുടെ ഷർട്ടിന്റെ ഷോയെ കുറിച്ചൊക്കെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ മുമ്പേ ഒക്കെ പറഞ്ഞു, ആള് മറ്റേ പവർ ഗ്ലാസ് അവിടെ മാറ്റി വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് വന്നത്. അപ്പൊ ഇരുട്ടത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പൊട്ടനെന്ന് വിളിക്കുമെന്നുള്ള ടെൻഷനിൽ അതും ഒരു തലയിൽ വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. മാത്രമല്ല സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ പിടിച്ചിറക്കുകയാണ്. പകുതി അന്തനാണ്. ഈ ഓണത്തിന് നശിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഓണം അമൽ ജയന്തി ആയിട്ട് തന്നെ ആഘോഷിക്കാം. കാരണം 4 മണി തൊട്ട് നിന്ന് ഉരുകുകയാണ് അമൽ തേരമ്പറമ്പിൽ ഓണയറിൽ.
അതുപോലെ വാങ്ങി കൂട്ടുന്നുണ്ട്. എന്തൊക്കെയോ പറയാനായിട്ട് ആഗ്രഹിച്ചു വന്ന് മാങ്ങയുള്ള മാവില കല്ലറിയുള്ളൂ പറഞ്ഞില്ലേ? പക്ഷെ പറഞ്ഞിട്ട് അറിയില്ല, എല്ലാ ഇയറും കൃത്യമായിട്ട് നെഞ്ചിൽ തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അമൽത്തേനെ പറമ്പില്. ഇക്കാര്യത്തിൽ എന്നെ തോപ്പിക്കാനായിട്ട് നിങ്ങൾ ഒരു പടി താഴെയാണ്, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഞാനും അവലും ഒക്കെ ഇങ്ങനെ ഈ തിരക്കിനിടയിലേക്ക് ഇറങ്ങുകയാണ്, ആഘോഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് നമ്മൾ തിരുവനന്തപുരത്തെ പക്ഷെ ദിവിഷ തിരക്കൊന്ന് നോക്ക്, എത്ര ആളുകളാണല്ലേ. ഒരു ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ജനസഞ്ചയം എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണസദ്യയൊക്കെ കഴിച്ച് അതിന്റെ മയക്കവും ക്ഷീണവും ഒക്കെ കഴിഞ്ഞ് പായസത്തിന്റെ ഒക്കെ ഒരു നമ്മൾ ഈ തിരക്ക് കാണുമ്പോൾ ഈ ആളുകളൊക്കെ ഈ തിരക്ക് കാരണം വീട്ടിലിരിക്കില്ല, പക്ഷെ നമ്മൾ എല്ലാരും ഇത് ഓർത്തിറങ്ങും. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ അതെ എല്ലാരും ഏറ്റവും പ്രധാന പ്രശ്നം വണ്ടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി വയ്ക്കാനുള്ള സ്ഥലമില്ലായ്മയാണ്. ഒരുപാട് ദൂരെയൊക്കെ വണ്ടി വെച്ചിട്ട് നടന്നൊക്കെ പോകണം. പക്ഷെ ആളുകൾ ആ ഒരു തിരക്കും ഇതൊക്കെ കാരണം ഇന്നത്തെ ദിവസവും ഒക്കെ ആണല്ലോ ഒരു വർഷം നമുക്ക് ഇതുപോലെ ഒരു കുറച്ചിപ്പോ നടന്ന് ക്ഷീണിച്ചാലും വേർത്താലും ഒക്കെ ഇതിന്റെ ഒരു രസം കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇപ്പോൾ രാവണൻകോട്ടയൊക്കെ വൈക്കോല് കൊണ്ടാണ്, വൈക്കോൽ തുറു കെട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് പോയി കഴിഞ്ഞാൽ മേത്ത് കൊണ്ട് ചൊറിയുകയും ചെയ്യും. അതിൽ ആളുകൾ പുറത്തേക്ക് അറ്റത്ത് വന്ന് ചാടിയാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആർക്കും തന്നെ അത് പറ്റുന്നില്ല. പലരും മുകളിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഏകദേശം എടുത്ത് പടമൊക്കെ നോക്കി കയറുന്നുണ്ട്. പക്ഷെ ആരും തന്നെ വിജയിച്ച് ഞാനവിടെ ഒപ്പം കണ്ടില്ല. അതായത് വളരെ രസകരമായ കാഴ്ചകളാണ് കനകക്കുന്നിൽ ഒരുക്കിയിട്ട്